4 മാസത്തെ പെൻഷൻ മുടങ്ങിയതിൽ, ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ അടിമാലിക്കാരി മറിയക്കുട്ടി ചേട്ടത്തി ഒരു പ്രതീകമാണ് ആർക്ക്? കോൺഗ്രസിനും ബി ജെ പി. 18 മാസം ഉമ്മൻചാണ്ടി സർക്കാർ 600 രൂപ പ്രതിമാസ പെൻഷൻ കൊടുക്കാതിരുന്നിട്ടും 18 മാസം കുടിശ്ശികയായിട്ടും ഒരു പ്രതിഷേധവും കാണിക്കാത്ത മറിയക്കുട്ടി ചേട്ടത്തി ചട്ടിയുമെടുത്ത് പിന്നെ പ്രായം പൊക്കി കാണിച്ച് അടിപ്പാവാടയും പൊക്കി കാണിച്ച് പിണറായി സർക്കാരിനെ അശ്ലീലപ്പെടുത്തിയ ആ നവകേരള സദസ്സിനെ അങ്ങ് തോൽപ്പിച്ചു കളഞ്ഞ മറിയക്കുട്ടി ചേട്ടത്തിയെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും താലത്തിൽ സ്വീകരിക്കാതെ തരമില്ലല്ലോ. അതാണ് ചട്ടിക്കരി മറിയക്കുട്ടി ചേട്ടത്തി. ഈ മറിയക്കുട്ടി ചേട്ടത്തിയെ അടിമാലിൽ നിന്ന് ചെല്ലും ചെലവും കൊടുത്ത് ഗോതയിൽ ഇറക്കിയത് ഒരു കോൺഗ്രസ് എം പിയാണ്. ആ കോൺഗ്രസ് എം പി ഇപ്പം എന്ത് വിചാരിക്കുന്നുണ്ടാവും? ചെയ്തത് അബദ്ധമായി പോയി. ചെയ്തോരബദ്ധം ചെയ്തു പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ മാപ്രകള് മറിയക്കുട്ടി ചേട്ടത്തിയുടെ ഇന്റർവ്യൂ പലതവണ എടുക്കുകയാണ് ചാനലിൽ, പത്രങ്ങളിൽ. അപ്പം മറിയക്കുട്ടി ചേട്ടത്തിയുടെ രാഷ്ട്രീയം എന്താണ്? മാപ്ര ചോദ്യം. ഞാൻ പണ്ടേ കോൺഗ്രസ്സുകാരിയാണ്. അപ്പോൾ മറിയക്കുട്ടി ചേട്ടത്തി ഇപ്പം ആര് ജയിക്കണമെന്നാണ് വിചാരിക്കുന്ന ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ? അത് ബി ജെ പി ജയിക്കണം. അല്ല, മറിയക്കുട്ടി ചേട്ടത്തി കോൺഗ്രസ് അല്ലേ എന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ കടുത്ത കോൺഗ്രസ്സുകാരിയാണ്. പക്ഷേ ലോക്സഭയിൽ പിന്നെ ബി ജെ പി ജയിക്കണമെന്ന് പറഞ്ഞാൽ ജയിക്കേണ്ടത് ബി ജെ പി ആണ്. എങ്ങനെയുണ്ട് സംഭവം? മറിയക്കുട്ടി ചേട്ടത്തി എഴുന്നള്ളിച്ച കോൺഗ്രസ് നാറി, മാപ്രകൾ നാറി. ഇനി നാറാൻ ബാക്കി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമേ ഉള്ളൂ, ബി ജെ പി. ഇതിനിടയ്ക്ക് 1-2 കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്, കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതായത് ചില വാഗ്ദാനങ്ങൾ മറിയക്കുട്ടി ചേട്ടത്തിക്ക് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സാക്ഷാൽ കെ സുധാകരൻ പ്രഖ്യാപിച്ചതാണ്, തെളിവുണ്ട്, ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ്, പത്രങ്ങളിൽ വന്നതാണ്. 2023 നവംബർ 24. ഈ തമാശ പറയുമ്പോൾ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകരുത്, അതുകൊണ്ടാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഞങ്ങൾ KPCC ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നവംബർ 23 കഴിഞ്ഞ വർഷം ഈ തൊട്ട് അപ്പുറത്ത് കെ സുധാകരൻ KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. മറിയക്കുട്ടിക്ക് ഞങ്ങൾ 2 മാസത്തിനകം വീട് വെച്ച് കൊടുക്കും. ഒരു സംശയവും വേണ്ട, KPCC വീട് വെച്ച് കൊടുക്കും. ഇപ്പം നവംബർ 24 ആകുമ്പോൾ ഡിസംബർ, ജനുവരി 24 ഈ KPCC വെക്കുന്ന വീട്ടിൽ മറിയക്കുട്ടി ചേട്ടത്തിക്ക് പാലുകാച്ചൽ നടക്കണം. 22 അയോധ്യയിൽ ഒരു പാലുകാച്ചലുണ്ട്, അറിയാമല്ലോ. അത് കഴിഞ്ഞ് അതിൽ പങ്കെടുത്തു വരുന്ന കോൺഗ്രസ്സുകാർക്ക് ഇവിടെ ഒരു പാലുകാച്ചൽ 24 മറിയക്കുട്ടി ചേട്ടത്തിക്കുള്ള വീട് KPCC നിർമ്മിച്ച് താക്കോൽ കൈമാറുകയാണ്. ആ മുഹൂർത്തത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീട് പണി മിക്കവാറൊക്കെ തീരാറായിട്ടുണ്ടാവും. കാരണം ഇപ്പം തന്നെ 1 മാസം ആകുന്നല്ലോ. നവംബർ 24 ആലോചിക്കണം, ഡിസംബർ 24 1 മാസം കഴിഞ്ഞു, 1.5 മാസത്തോളം ആകുന്നു. വീട് പണി തകൃതിയായി മുമ്പ് പല വീടുകളും വെച്ച് പരിചയമുള്ള KPCCക്ക്, കെ സുധാകരനും VD സതീശനും ഇങ്ങനെ ഒരു വീട് വെക്കാൻ ഏതാണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ വീട് പണി പുരോഗമിക്കുന്നുണ്ടാവാം. എന്നാലും 24 നമ്മൾ മറിയക്കുട്ടി ചേട്ടത്തിയുടെ വീടിൻ്റെ പാലുകാച്ചൽ പ്രതീക്ഷിക്കുകയാണ്. അത് മാപ്രകളെല്ലാം കവർ ചെയ്യാൻ പോകണം. അതിൻ്റെ പുരോഗതിയെപ്പറ്റി വാർത്തകൾ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്കൊരു ഇത് പറയാനുള്ളത്. കാരണം സത്യങ്ങളെ വളച്ചൊടിക്കാതെ ഏറ്റവും നന്നായിട്ട് നേരാമണ്ണം റിപ്പോർട്ട് ചെയ്യുന്ന മാപ്രകളാണ് ഇവിടെ ഉള്ളതുകൊണ്ട് അവരെ പറ്റി നമുക്ക് അത്രയും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ എന്താ കഥ? തൃശ്ശൂരിലെ മഹിളാ സമ്മേളന വേദിയിൽ, BJP മഹിളാ സമ്മേളന വേദിയിൽ ആർക്കൊക്കെയാണ് ഒപ്പമാണ് മറിയക്കുട്ടി ചേട്ടത്തി നിന്നത്? ശോഭന, ബീനാക്കണ്ണൻ, സീമാട്ടിയുടെ എല്ലാ ബലമായ ബീനാക്കണ്ണൻ, PT ഉഷ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷ, അങ്ങനെ ഇവരുടെ എല്ലാം കൂടെ ഹൈ പ്രൊഫൈലിൽ അവിടെയാണ് ചട്ടിയും എടുത്ത് പുറത്തു വന്ന അടിവാലിൽ നിന്ന് മറിയക്കുട്ടി ചേട്ടത്തി നിന്നത്. ഇതിൽ പരം അംഗീകാരം മറിയക്കുട്ടി ചേട്ടത്തി കിട്ടാറുണ്ടോ? ഇല്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു പത്മശ്രീ കിട്ടുന്നതിനേക്കാളൊക്കെ വലിയൊരു അംഗീകാരമാണ് തൃശ്ശൂരിൽ മറിയക്കുട്ടി ചേട്ടത്തി കിട്ടിയത്. അപ്പോൾ ഈ പറയുന്ന ബ്രായും പാവാടയും എടുത്ത് പിണറായി സർക്കാരിനെ നാണം കെടുത്തിയ, വിറപ്പിച്ച ഒരു മഹതിക്ക് BJP എല്ലാവിധ പരിഗണനയും നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ചില കാര്യങ്ങൾ, ഇനി ചില കണക്കാണ് പറയുന്നത്, ഡേറ്റ.
അത്തിരി ഗൗരവമുണ്ട്. ഈ തമാശക്കിടയിൽ ഇത്തിരി ഗൗരവം പറയാമെന്ന് വിചാരിച്ച്. ഡേറ്റയുണ്ട്. ഡേറ്റ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ മാറി പിണറായി സർക്കാർ 2016 വരുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഓൾറെഡി നമുക്കറിയാം 18 മാസത്തെ കുടിശ്ശികയുണ്ട്. 18 മാസമായിട്ട് അന്ന് 600 രൂപയാണ് ക്ഷേമ പെൻഷൻ, ഇപ്പം 1600 1000 രൂപ പിണറായി ഗവൺമെന്റ് വന്ന ശേഷം പല ഘട്ടങ്ങളിലായിട്ട് കൂട്ടിയിരിക്കുന്നു. ഈ 600 രൂപ മാത്രം തന്നെ 18 മാസം മുടങ്ങിയിട്ട് ആർക്കും കൊടുത്തിട്ടില്ല. മറിയക്കുട്ടി ചേടത്തിക്ക് ചട്ടിയെടുക്കാനോ ബ്രാ പൊക്കി കാണിക്കാനോ പാവാട അഴിക്കാനോ തോന്നിയില്ല. ഒരു പരാതിയുമില്ല. പിണറായി സർക്കാർ വന്നിട്ട് 4 മാസം പെൻഷൻ മുടങ്ങി, ഡിസംബർ വരെയുള്ളത് സത്യമാണ്. പക്ഷെ 90 മാസം ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാർ 2.5 വർഷം 90 മാസം മുടങ്ങാതെ പെൻഷൻ കൊടുത്ത ഒരു സർക്കാരിനെതിരെയാണ് ചട്ടിയും കോലും ബ്രായും അടിപ്പാവടയായിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഒരു സ്ത്രീ. ഈ 90 എന്നുള്ള കണക്ക് വേറെ, മൊത്തം 104 പേരും 90 18 കൂട്ടുക. ഏത് ഉമ്മൻചാണ്ടിയുടെ വകയിലുള്ള 18 മാസം കൂടെ, അതും പിണറായി സർക്കാരാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ പെൻഷൻ കൂടി ചേർത്തിട്ട് 104 പെൻഷൻ പിണറായി സർക്കാർ കൊടുത്തത്. എന്നിട്ടാണ് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധവും പിണറായി വിരോധവും കെട്ടിയെടുത്തുകൊണ്ട് മറിയക്കുട്ടിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. അതിന് പറ്റിയ ടീമിനെയാണ് കിട്ടിയത്, പറ്റിയ പാർട്ടിയെ മറിയക്കുട്ടി ചേടത്തിയെ കിട്ടി. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ എത്ര പേര് ചർച്ച ചെയ്യുന്നുണ്ട്, എത്ര മാപ്രകൾ ചർച്ച ചെയ്യുന്നുണ്ട്, എത്ര അന്തിച്ചർച്ചയിൽ ഇതൊക്കെ വരുന്നുണ്ട്, ഇതൊക്കെ ആലോചിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. ഈ എന്തുകൊണ്ട് BJP മറിയക്കുട്ടി ചേടത്തിയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു? അതിന് BJPയുടെ സാംസ്കാരിക നിലവാരത്തിൽ യോജിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മറിയക്കുട്ടി എന്ന ക്രിസ്തീയ പേര്, അതിനൊരു പ്രാധാന്യമുണ്ട്. അവർക്കത് മതി, അതൊരു പ്രതീകമായിട്ട് ഉപയോഗിക്കുക. മറിയക്കുട്ടി ഒരു ക്രിസ്ത്യാനി സ്ത്രീ, അടിമാലിന്ന്, ഇടുക്കിയിലെ അടിമാലിന്ന് കൊണ്ടുവന്നത് ആരാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. BJP അടിച്ചു മാറ്റി, അത് കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം. അത് ഞങ്ങൾക്കെന്ത് പറയാൻ. 2, തീ തുപ്പുന്ന വാക്കുകൾ. ഇത് ഞങ്ങളുടെ കോട്ടല്ല, വ്യാജ പ്രസിഡന്റ് മാങ്കൂട്ടത്തിൻ്റെ കോട്ടാണിത്. ഏതൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശേഷണമാണ് മറിയക്കുട്ടിയെ കുറിച്ച് അഭിമാനത്തോടെ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അത് നോക്കിയാൽ മതി, കണ്ട് അതിൻ്റെ പോസ്റ്റോടെ കിടപ്പുണ്ട്. തീ തുപ്പുന്ന വാക്കുകൾ, മറിയക്കുട്ടി ചേടത്തിക്ക് അഭിനന്ദനങ്ങൾ. എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നുകൂടെ മാങ്കൂട്ടത്തിൽ അത് പറയാൻ പറ്റുമോ? തീ തുപ്പുന്ന എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയം എന്താണോ? നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എവിടെയുണ്ട് ചിന്തിക്കണം. പിന്നെ 3, CPMനെയും പിണറായി വിജയനെയും തെറിവിളിക്കുക. അതും സംഘികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കോൺഗ്രസിന് ഇഷ്ടമാണ്. ഇതാണ് മറിയക്കുട്ടി ചേടത്തിയുടെ മാർക്കറ്റ് വാല്യൂ. അപ്പം മറിയക്കുട്ടി ചേടത്തിക്കും ഒരു മാർക്കറ്റ് വാല്യൂ ഇവിടെ ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ചില പാർട്ടികളുടെ, ചില മുന്നണികളുടെ സാംസ്കാരിക അധപ്പതനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, അപജയത്തിൻ്റെ തെളിവാണ്. എത്രയോ അശ്ലീലമായ മലീമസമായ ചാണകക്കുഴിയിലാണ് അല്ലെങ്കിൽ തീട്ടക്കുഴിയിലാണ് ഈ കോൺഗ്രസ് പോയി വീണിരിക്കുന്നത് എന്ന് ഈ മറിയക്കുട്ടി ചേടത്തിയെ എഴുന്നള്ളിച്ചതിലൂടെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ബോധ്യമായിട്ടുണ്ട്. മാപ്രകൾക്ക് മാത്രം ബോധ്യമാവില്ല. അതങ്ങനെ ഒരു ജനുസാണിത്. കേരളത്തിലെ മാപ്രകൾ, അവർക്ക് മാത്രം ഇത് ബോധ്യമാകത്തില്ല. അവർക്ക് ഞങ്ങളൊരു ഉപദേശം തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യാവുന്നൊരു നല്ല കാര്യം, ഇപ്പം 2023 ഇപ്പം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വാക്കായിട്ട് മലയാള മനോരമ തിരഞ്ഞെടുത്തത് മാപ്രയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മാപ്രയ്ക്കാണ്, മാപ്ര എന്ന വാക്കിന്. ആ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് അതിന് മുകളിൽ ഒരു നിർമ്മിതി ബുദ്ധിയെ കൊണ്ട് എഴുന്നള്ളിച്ചത്. അതിനാണ് 1ാം സ്ഥാനം വിദഗ്ധ സമിതി കൂടി മനോരമയുടെ രീതി വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ അംഗീകരിച്ചു പോട്ടെ. ഇനി 2024 വാക്ക് ഏതായിരിക്കണം? ഇതിന് ഇംഗ്ലീഷിൽ 2 വാക്കുകൾ ചേർന്ന് വരുന്നതിന് ഇംഗ്ലീഷിൽ ഒരു പേര് പറയും. ഇപ്പം മാപ്ര, മാധ്യമ പ്രവർത്തനം അല്ലെ മാധ്യമ പ്രവർത്തകൻ, അതാണ് മാപ്ര. ഇതിന് ഇംഗ്ലീഷിൽ പോർട്ട്മാൻറ്റോ എന്നാണ് പറയുക. PORTMANTEAU. പോർട്ട്മാൻറ്റോ എന്ന് പറയുമ്പോൾ
രണ്ട് വാക്കുകൾ ചേർന്ന് സമ്മേളിച്ച് ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കാതെ പരസ്പരം ലയിച്ച് ചേർന്ന് മൂന്നാമതൊരു പുതിയ വാക്ക് വരുന്നതിനെയാണ് പോർട്ട്മാൻറ്റോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ മാപ്ര ഒരു പോർട്ട്മാൻറ്റോ ആണ്. മാധ്യമ മേഖലയിൽ തന്നെ പണ്ടേ ഇതിന് സമാനമായ വാക്കുകളുണ്ട്. ഇപ്പൊ സൊലെ എന്ന പേര് സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്. സൊലെ എന്താണ്? സ്വന്തം ലേഖകൻ. സ്വന്തം ലേഖകൻ എന്നുള്ളതിൻ്റെ പോർട്ട്മാൻറ്റോ ആണ്. രണ്ട് വാക്കുകൾ ചേർന്നൊരു ഒരു പുതിയ വാക്കുണ്ടാകുന്നതിനെയാണ് പോർട്ട്മാൻറ്റോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൊലെ ഒരു പോർട്ട്മാൻറ്റോ ആണ്, മാപ്ര മറ്റൊരു പോർട്ട്മാൻറ്റോ ആണ്. പിന്നെ അതേപോലെ പുതിയ പോർട്ട്മാൻറ്റോകൾ ഇനി മാധ്യമരംഗത്ത് തന്നെ ഉണ്ടാവാം. ഇപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ചേർന്നിട്ട് ബ്രഞ്ച് ഒരു പോർട്ട്മാൻറ്റോ ആണ്. ഇനി 24 വാക്കായിട്ട് മനോരമ വീണ്ടും ഒരു സർവേ, ഇപ്പം ഈ ഒരു സർവേയിൽ മാപ്ര വന്നതുകൊണ്ട് ഈ കൊല്ലം 2024 അവസാനമാകുമ്പോൾ, ഡിസംബർ ആകുമ്പോൾ ഒരു പുതിയ സർവേ മനോരമ നടത്തുമോ ഇല്ലയോ എന്ന കാര്യം ഞങ്ങൾക്ക് ചെറിയൊരു ശങ്കയുണ്ട്. ആ ശങ്ക ഞങ്ങളോട് പ്രകടിപ്പിക്കുകയാണ്. കാരണം ഒന്ന് കൈപൊള്ളി, ഈ മാപ്ര വന്നപ്പോൾ തന്നെ മനോരമയ്ക്ക് ഒരു ജാള്യത വന്നു പോയത് കൊണ്ട്, ലക്ഷങ്ങൾ പറഞ്ഞ വാക്ക് മാപ്രയായി പോയപ്പോൾ തന്നെ മനോരമയ്ക്ക് ഒരു ചമ്മൽ വന്നു. അതുകൊണ്ട് 2024 അവരിനി മനോരമ 2024 വാക്ക് ഡിസംബറിൽ ഇതേപോലെ വായനക്കാരുടെ വോട്ട് വെക്കുമോ, ക്വസ്റ്റ്യൻ തയ്യാറാക്കുമെന്നൊന്നും ഞങ്ങൾക്ക് തീർച്ചയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുതിയൊരു പോർട്ട്മാൻറ്റോ ആയിരിക്കാൻ 2024 വേർഡ് ഓഫ് ദ ഇയർ കേരള ആയിട്ട് മനോരമ തന്നെ ആ മത്സരം നടത്തട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇതേപോലെ സൊലെ പോലും മാപ്ര പോലും ഈ പറയുന്ന പത്ര റിപ്പോർട്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെയൊക്കെ ചുരുക്കിയ ഒരു പോർട്ട്മാൻറ്റോ ഇതുപോലെ ഏതെങ്കിലും, ഇപ്പോൾ പത്ര റിപ്പോർട്ടർ എന്നൊക്കെ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും ഒരു പോർട്ട്മാൻറ്റോ ഇനി വന്നുകൂടായില്ല. ഈ മാപ്ര തന്നെ ഇനി എത്ര രൂപാന്തരം പ്രാപിക്കുമെന്ന് നമുക്ക് പറയാനാവാത്തൊരവസ്ഥയാണ്. കാരണം മാപ്ര ഒരു പിന്നെ ഈ നീരാളി ഈ പറയുന്നത് അഴകുഴമ്പൻ നീരാളി പോലെയാണ്. പിടിച്ചാൽ കിട്ടത്തില്ല. ബ്ലാനിൽ എന്ന് പറയുന്നൊരു മീനുണ്ട്, പിടിച്ചാൽ കിട്ടത്തില്ല, വഴുതി അങ്ങ് പോകും. അല്ലെ ആഫ്രിക്കൻ മുഷി പോലെ. മറിയക്കുട്ടി ചേട്ടത്തിയുടെ ഏറ്റവും വലിയ ഈ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ ലേബർ റൂമിൽ പിറന്നു വീണ് വളർന്ന് BJPയിലേക്ക് ചേക്കേറിയ അനിൽ കെ ആന്റണിയുടെ ഒരു ഷീ വേർഷനാണ് സത്യം പറഞ്ഞാൽ മറിയക്കുട്ടി ചേട്ടത്തി. ഒരു ഷീ വേർഷൻ ഓഫ് അനിൽ കെ ആന്റണി. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ ഭാവങ്ങളും മറിയക്കുട്ടിക്ക് ചേർത്തിക്ക് നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.